കേരളത്തിലൊരു ഹൈ പ്രൊഫൈൽ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര. മുൻ മന്ത്രി, ഇപ്പോൾ MLA, CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ അവരാണ് ഇടതുജനാധിപത്യ മുന്നണിയിൽ CPIMന് വേണ്ടി വടകരയിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ നേതാവ് MLA ഷാഫി പറമ്പിലാണ് മുഖ്യ എതിരാളി. ഇവർ തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. NDAക്ക് വേണ്ടി BJPയിലെ CR പ്രഫുൽ കൃഷ്ണ മത്സരിക്കുന്നു. വടകരയിൽ മത്സരം ത്രികോണ മത്സരമൊന്നുമല്ല എന്ന് ഉറപ്പിച്ച് പറയാം. KK ശൈലജയും ഷാഫി പറമ്പിലും തമ്മിലാണ് ഒരു, നമ്മൾ ഈ ക്ലീഷയിൽ പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത്. KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വടകര തിരിച്ചു പിടിക്കുക എന്നതിൽ കുറഞ്ഞൊന്നും CPIMൻ്റെയും ഇടതുമുന്നണിയുടെയും മുന്നിലില്ല. സിറ്റിംഗ് MP K മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് നിയോഗിച്ചപ്പോൾ CPIMൻ്റെ തന്ത്രത്തിന് അതിനേക്കാൾ വലിയൊരു മറുപടി നൽകുകയാണ് കോൺഗ്രസും UDFും ചെയ്തത്. അതുകൊണ്ടാണ് ഈ മത്സരം ഇത്രത്തോളം വീറും വാശിയും നിറഞ്ഞതായി മാറുന്നത്. ഒരുപക്ഷെ 2019 മത്സരത്തേക്കാൾ കൂടുതൽ വീറും വാശിയും 2024 മത്സരത്തിനുണ്ട് എന്ന് പറയാം. 2019 മത്സരത്തിൻ്റെ കാര്യം നമുക്ക് പിന്നീട് പറയാം. നമുക്ക് ആദ്യം KK ശൈലജയുടെയും ഷാഫി പറമ്പിലിൻ്റെയും പ്ലസ് പോയിന്റുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് MP പ്രശാന്താണ്. നമ്മൾ ഈ വടകര ഒരു ഹൈ പ്രൊഫൈൽ മത്സരമാണ് നടക്കുന്നത്. ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ KK ശൈലജയുടെയും ഷാഫി പറമ്പിലിൻ്റെയും പ്ലസ് പോയിന്റുകളിൽ നിന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രശാന്തിൻ്റെ മനസ്സിലേക്ക് ആദ്യം വരിക? ശൈലജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ മന്ത്രി എന്ന നിലയിൽ അവരുടെ പെർഫോമൻസ് തന്നെയാണ്. അത് ആണ് ഏറ്റവും കൂടുതൽ CPM പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കോവിഡിനെ നേരിട്ടത്, അതിനു മുമ്പ് നിപ്പയെ നേരിട്ടത്, അതൊക്കെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ശൈലജ ടീച്ചർ അന്ന് കാഴ്ചവെച്ച ആ പ്രകടനം തന്നെയാണ് ഒരുപക്ഷെ അവരെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തു പോലും വളരെ ശ്രദ്ധേയമായ ഒരു ഭരണാധികാരി ആക്കിയത്. ആ ഒരു ഘടകം തന്നെയാണ് ശൈലജയെ വടകര പോലുള്ള CPMന് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ CPM തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലത്തിൽ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ജനപ്രീതിയാണ്. അതായത് പാർട്ടിക്ക് പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു ജനപ്രീതി ശൈലജയ്ക്കുണ്ട് എന്നത് അവരുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അതാണ് ശൈലജയെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ ഈ വടകര പോലുള്ളൊരു മണ്ഡലത്തില്, ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തില് CPM പരീക്ഷിക്കാൻ കാരണം. ഷാഫിയുടെ കാര്യം നോക്കുമ്പോൾ ഷാഫിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് യുവത്വം തന്നെയാണ്. ആ യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പാണ് ഇത്രയും അവസാനം എൻട്രി ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ ക്യാമ്പയിനിങ്ങിൽ, പ്രചരണത്തിൽ ശൈലജയ്ക്കൊപ്പം എത്താൻ ഷാഫിക്ക് സാധ്യമായത് ഷാഫിയുടെ ചുറുചുറുക്കും ആ യൂത്ത് അല്ലെങ്കിൽ യുവാവ് എന്നുള്ള പ്രതിച്ഛായ തന്നെയാണ്. രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് ഷാഫിയെ സംബന്ധിച്ചോളം ഈ തിരഞ്ഞെടുപ്പിലെ ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്നത് മുസ്ലിം പ്രാതിനിധ്യമാണല്ലോ. അപ്പൊ കോൺഗ്രസിലെ ഏക മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളത് കൊണ്ടും വളരെ ആ ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകത, വളരെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം നടക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ വടകരയിലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്നതും ഷാഫിയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് നിയോഗിക്കുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റിയതിന് സമാനമായൊരു തന്ത്രം ഇക്കുറിയും UDFും കോൺഗ്രസും പയറ്റുകയാണ് ചെയ്തത്. 2019 ഇതേപോലെ തന്നെ വടകര ലോക്സഭാ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ P ജയരാജനെയാണ് അന്ന് CPIM വടകരയിൽ മത്സരിപ്പിച്ചത്. ജയരാജനെ എതിർക്കാൻ ആര് എന്ന ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസ് ആദ്യം വിയർക്കുകയാണ് ഉണ്ടായത്. പല പേരുകൾ പരിഗണിച്ചു, ചിലരൊക്കെ പരിഗണിച്ചപ്പോൾ പിന്മാറി. അങ്ങനെ ആര് മത്സരിക്കും എന്ന ചോദ്യത്തിൻ്റെ മുന്നിലേക്കാണ് വട്ടിയൂർക്കാവിൽ MLA ആയിരുന്ന K മുരളീധരൻ എത്തുന്നത്. K മുരളീധരനോട് മത്സരിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടി ആ ദൗത്യം ഏറ്റെടുത്തു. ജയരാജൻ പ്രചാരണം തുടങ്ങി ഏറെ കഴിഞ്ഞതിന് ശേഷമാണ് മുരളീധരൻ വടകരയിലേക്ക് എത്തുന്നത്. പക്ഷെ ആ വരവ് ഒരു വരവായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ തരംഗം
രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും UDF അനുകൂലമായി ഉണ്ടായ ഒരു തരംഗം, ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കിയതെ തുടർന്നുണ്ടായ സാഹചര്യം, അതിൻ്റെ ഒരു മേമ്പൊടി, ഇതൊക്കെ കൂടിയായപ്പോൾ മുരളിക്ക് 84,663 വോട്ടിൻ്റെ വൻ ജയമാണ് വടകരയിൽ ഉണ്ടായത്. മുരളീധരൻ്റെ വരവിന് സമാനമായിരുന്നു ഷാഫിയുടെ വരവ്. MP പ്രശാന്തിന് എന്ത് തോന്നുന്നു? ഷാഫിയുടെ എൻട്രി മുരളീധരൻ്റെ ഒരു മാസ് എൻട്രി ആയിരുന്നു എന്ന് പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അത് ആ 2019 ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അതൊരു വരവായിരുന്നു. അതുപോലൊരു വരവ് തന്നെയായിരുന്നു ഷാഫിയുടേത്. ഷാഫിയുടെ ഒരു ഡ്രമാറ്റിക് എൻട്രി എന്ന് പറയാം. പക്ഷെ ഒരു വ്യത്യാസം എന്നുള്ളത്, മുരളീധരൻ സർവാത്മന മത്സരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഷാഫി ആദ്യകാല സമയത്ത് കുറച്ച് ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനുശേഷം ആ ഒരു ഇളക്കമുണ്ടാവില്ല, നമ്മൾ പറയുന്ന ഒരു മണ്ഡലത്തിൽ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം. കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ്റെ പിന്നിലുണ്ടായിരുന്ന ശക്തി എന്നുള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എല്ലാ പ്രദേശങ്ങളിലും ആ മണ്ഡലത്തിലുള്ള ഓരോ മുക്കിലും മൂലയിലുമൊക്കെ മുരളീധരനെ കൊണ്ടുപോയി സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരിചയപ്പെടുത്തിയ ലീഗായിരുന്നെങ്കിൽ അതേ മുസ്ലിം ലീഗിൻ്റെ അണികൾ തന്നെയാണ് ഷാഫിയെയും സ്വീകരിക്കുന്നതും ഷാഫിയുടെ പ്രചരണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അതുതന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും കാണാത്ത ഒരു ആവേശം മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് വടകരയിൽ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഒരു വ്യത്യസ്തമായ ഒരു ചിത്രമായിട്ട് മാറുന്നത്.